കർക്കിടക വാവ് ദിനമായ ഇന്ന് വിശ്വാസികൾ പിതൃസ്മരണയിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. കനത്ത മഴയിലും പിതൃമോക്ഷം തേടി പതിനായിരക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 2:30 പ്രത്യേക പൂജകളും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ചിരുന്നു. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ പ്രത്യേക കാർമ്മികത്വത്തിലാണ് ഇത്തരത്തിൽ 2:30 പ്രത്യേക പൂജകളും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയത്. ശേഷം ഭക്തർക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 500ഓളം ഭക്തർക്ക് ഒരേ സമയം ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരുന്നു. ബാരിക്കേഡുകളും കാര്യങ്ങളുമൊക്കെ തിരിച്ചാണ് ഇത്തരത്തിൽ പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. മണപ്പുറത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ദർശനത്തിനായും ഒപ്പം ബലിയർപ്പണത്തിനായും എത്തിക്കൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ 2:30 മുതൽ തുടങ്ങിയ തിരക്കാണ്. കനത്ത മഴയിലും നിരവധി ആളുകൾ എത്തി. 61ഓളം ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ 61ഓളം ബലിത്തറകളിൽ ആളുകൾ ഒരേ സമയം 1000ഓളം ആളുകൾ ഈ ബലിയർപ്പിച്ചു പോരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ 2:30 മുതൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടർന്ന് വരികയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. 500ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം വനിതാ പോലീസുകാരെയും ഡാൻസ് സ്റ്റാഫിനെയും അടക്കം വിന്യസിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പെരിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ പോലും അതൊരു തരത്തിലും ഈ ഒരു ചടങ്ങുകളെയും ഒന്നും തന്നെ ബാധിക്കുന്നില്ല. നിരവധി ആളുകൾ വന്ന് ബലിയർപ്പിച്ചു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ, അതായത് ക്ഷേത്ര പരിസരങ്ങളിലും മണപ്പുറത്തും മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളും മെട്രോ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ബാരിക്കേഡുകൾ തിരിച്ച് റോഡുകളിലൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗതാഗത ക്രമീകരണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, ആലുവയിലെ വിവിധ സ്ഥലങ്ങളിൽ, എറണാകുളം ടൗണിന്റെ വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊപ്പം ഗതാഗത ക്രമീകരണങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ വർഷവും ഈ മഴയിലും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 61ഓളം ബലിത്തറകളുണ്ട്. 1000-ത്തിലധികം ആളുകൾക്ക് ഒരേ സമയം നിന്ന് ബലിയർപ്പിച്ച് പോരാനുള്ള ഒരു സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 11:30 ഈ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ പൂർത്തിയാകും. അതുവരെ നിരവധി ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് ബലിയർപ്പിച്ച് പോരും.